അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഏവർക്കും മദ്രസ ഹെൽപ്പ് ഡെസ്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിൽ ചില വിഷയങ്ങളുടെ മുൻവർഷ ചോദ്യപേപ്പറുകളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ലിസാൻ ഖുർആനിൻ്റെയും തജ്വീദിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് എൻ്റെ വീഡിയോ ലിസ്റ്റിൽ കാണാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് എന്തെല്ലാം കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം എന്നതിനെ സംബന്ധിച്ചാണ് ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ പ്രത്യേകം കേൾക്കുകയും പകർത്തുകയും ചെയ്താൽ നിങ്ങൾക്ക് ഉന്നത വിജയം ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. പരീക്ഷ എന്നുള്ളത് ഏതൊരു വിദ്യാർത്ഥി ജീവിതത്തിലും അനിവാര്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ പരീക്ഷയിൽ നാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് നമുക്കല്പം ചർച്ച ചെയ്യാം. ഒന്നാമത്തെ കാര്യം, പോസിറ്റീവ് ചിന്താഗതി ഉള്ളവരാവുക. അതായത് എനിക്ക് കഴിയുമെന്ന ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക. എനിക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന പാഠഭാഗങ്ങളും ചോദ്യങ്ങളും മാത്രമേ എനിക്കുള്ള പുസ്തകത്തിൽ ഉള്ളൂ എന്ന പോസിറ്റീവ് ചിന്ത നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം 100ഓളം ചോദ്യങ്ങൾ മാത്രമേ ഓരോ കിതാബിലും ഉണ്ടാവുകയുള്ളൂ. അതിൽ നിന്നും 25-30 ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരികയും ചെയ്യും. അപ്പോൾ കേവലം 100 ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായി വളരെ ഭംഗിയോടെ പഠിക്കുകയാണെങ്കിൽ 25 ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരമെഴുതാൻ കഴിയുകയും നിങ്ങൾക്ക് പൂർണ്ണമായ മാർക്ക് ലഭിക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, പഠിച്ച ഭാഗങ്ങൾ ഓർത്തു നോക്കുക. കുട്ടികളെ, നമ്മൾ പഠിച്ച പാഠഭാഗങ്ങൾ നിശ്ചിത ഇടവേളകളിൽ ഓർത്തു നോക്കുന്നത് ആ പഠനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ സാധിക്കുന്നു. അതായത് നാം പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഓർത്തു നോക്കുമ്പോൾ എത്രത്തോളം കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടോ അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി കിട്ടാത്ത ഭാഗങ്ങൾ മാത്രം നിങ്ങൾ അടയാളപ്പെടുത്തി വായിച്ചാൽ മതി. അങ്ങനെ സമയവും ലാഭിക്കാം. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ പാഠഭാഗങ്ങൾ പഠനത്തിൽ ആവർത്തിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും പഠിക്കാനുള്ള കഴിവ് വ്യത്യസ്തമാണ്. ചില വിദ്യാർത്ഥികൾക്ക് 1-2 തവണ വായിക്കുമ്പോഴേക്കും കാര്യങ്ങൾ കാണാതെ പഠിക്കാൻ സാധിക്കും. എന്നാൽ മറ്റു വിദ്യാർത്ഥികൾക്ക് അത് 3, 4, 5 അങ്ങനെ അവരുടെ ആവർത്തനം കൂടുന്നതിനനുസരിച്ചായിരിക്കും അവർക്ക് പഠിക്കാൻ സാധിക്കുക. അതായത് ഒരു കാര്യം എല്ലാവർക്കും പഠിക്കാൻ സാധിക്കും, ചില കുട്ടികൾക്ക് കുറച്ച് തവണ ആവർത്തിക്കണം എന്നു മാത്രം. ഇനി നാലാമത്തെ കാര്യം, ബുദ്ധിമുട്ടേറിയ വിഷയങ്ങൾക്ക് കൂടുതൽ സമയം കൊടുക്കുക. ചില കുട്ടികൾക്ക് ചില വിഷയങ്ങൾ വളരെ പ്രയാസമായിരിക്കും. ആ വിഷയങ്ങൾക്ക് അവർ കൂടുതൽ മുൻഗണന നൽകേണ്ടതാണ്. ചില കുട്ടികൾ പ്രയാസമേറിയ വിഷയങ്ങളെ അവർക്കിഷ്ടമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് കാണാം. നാം ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. നമുക്ക് ഏത് വിഷയവും നാം താല്പര്യപൂർവ്വം പഠിക്കുമ്പോഴാണ് ആ വിഷയം നമുക്ക് മനസ്സിലാവുന്നതും ആ വിഷയത്തോട് നമുക്ക് താല്പര്യം ഉണ്ടാവുന്നതും. അതുകൊണ്ട് തന്നെ അത്തരം പ്രയാസമേറിയ വിഷയങ്ങൾക്ക് കൂടുതൽ സമയം നിങ്ങൾ കൊടുക്കേണ്ടതാണ്. അഞ്ചാമത്തെ കാര്യം, ബന്ധപ്പെടുത്തി പഠിക്കുക. അതായത് നമുക്ക് പാഠഭാഗങ്ങളിൽ നിന്നും വർഷങ്ങളും എണ്ണങ്ങളും സ്ഥലങ്ങളും പേരുകളും ഓർത്തു വെക്കാനുണ്ടാവും. ഇവ ഓരോന്നും നിങ്ങൾക്ക് യുക്തിസഹമായ രീതിയിൽ അതിനെ ബന്ധപ്പെടുത്തി പഠിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ മാത്രമേ ആവശ്യമുള്ളപ്പോൾ നമുക്കതിനെ ഓർത്തെടുക്കാൻ കഴിയുകയുള്ളൂ. അതായത് ജബലുറുമാത്തിൽ വിന്യസിപ്പിച്ച അമ്പെയ്ത്തുകാരുടെ എണ്ണം 50 ഇവിടെ അമ്പെയ്ത്ത് എന്നുള്ളതും 50 എന്നുള്ളതും വളരെ സാമ്യമുണ്ട്. ഇങ്ങനെ ബന്ധപ്പെടുത്തി പഠിക്കുമ്പോൾ ആ കാര്യങ്ങൾ കൂടുതൽ ഓർമ്മയിലേക്ക് വരാൻ നിങ്ങൾക്ക് സഹായകമാവും. ആറാമത്തെ കാര്യം, അക്ഷരത്തെറ്റുകൾ ശ്രദ്ധിക്കുക. ചില പദങ്ങൾ നമുക്ക് പ്രയാസമേറിയതാവാം. അത്തരം പദങ്ങൾ മാത്രം നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ആ പദങ്ങളെ പഠിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം.
അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അക്ഷരത്തെറ്റുകൾ മൂലമുള്ള മാർക്ക് നഷ്ടപ്പെടുന്നത് തടയാൻ കഴിയും. പൊതുപരീക്ഷയിൽ അക്ഷരത്തെറ്റുകൾക്ക് മാർക്ക് കുറയും എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഏഴാമത്തെ കാര്യം, ഖുർആൻ പാരായണത്തെ ജീവിത ഭാഗമാക്കുക. നാം എന്നും ഖുർആൻ പാരായണം ചെയ്യുകയും നമുക്ക് ഹിഫ്ള് പഠിക്കേണ്ട പാഠഭാഗങ്ങൾ നിസ്കാരങ്ങളിലും സുന്നത്ത് നമസ്കാരങ്ങളിലും ഖിറാഅത്തിന് പകരം ഓതുകയും ചെയ്യുക. നമുക്ക് ഹിഫ്ള് എന്നുള്ളത് വളരെ എളുപ്പമായി മാറും. എട്ടാമത്തെ കാര്യം, മുൻവർഷ ചോദ്യപേപ്പറുകൾ ചെയ്തു പഠിക്കുക. മുൻവർഷ ചോദ്യപേപ്പറുകൾ നാം നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും പരീക്ഷ ഉണ്ടാവുക, ഏതെല്ലാം രീതിയിലാണ് ചോദ്യങ്ങൾ വരിക തുടങ്ങിയ പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല നിങ്ങളുടെ പഠനത്തെ വിലയിരുത്താനും സാധിക്കും. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പരീക്ഷയിൽ നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് നേടാൻ കഴിയും. മാത്രമല്ല നിങ്ങൾക്ക് ഉയർന്ന റാങ്കും നേടാൻ കഴിയുമെന്ന് ഉണർത്തുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.